ഷവോമി കമ്പനിക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. 8ന്റെ പണിയല്ല, മുട്ടം പണിനെ കിട്ടിയിരിക്കുകയാണ്. 5500 കോടി മതി പൂജ്യം ഞാൻ പറയുന്ന കേക്ക്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5551.27 കോടി രൂപയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീസ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 പ്രകാരമാണ് ഈ ഒരു വയലേഷൻ നടത്തിയിരിക്കുന്നത്. ഷവോമി ഇന്ത്യ എന്ന് പറയുന്നത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഷവോമി ഗ്രൂപ്പിന്റെ ഒരു ടോട്ടലി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറി ആണ്. അതായത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയിരിക്കുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള റെമിറ്റൻസസ് കണ്ടേ പിന്നെയാണ് ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷവോമിനെ വളരെ നല്ല രീതിയിൽ വീക്ഷിക്കാൻ തുടങ്ങിയത്. സോ 3 ഫോറിൻ ബേസ്ഡ് എൻറ്റിറ്റീസിലേക്കാണ് ഷവോമി ഇന്ത്യ ഈ ഒരു രൂപയെല്ലാം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം കണ്ടുപിടിച്ചത്. എന്നാൽ ഈ ഒരു എമൗണ്ട് സെൻഡ് ചെയ്തതിന്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് റോയാലിറ്റി എന്നാണ്. സോ റോയാലിറ്റിയുടെ പേരും പറഞ്ഞ് ഇത്രയും ഹ്യൂജ് എമൗണ്ട്സ് റെമിറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു ആക്ട് പ്രകാരം വയലേഷൻ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഷവോമി ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ MIന്റെ കീഴിലുള്ള ഫോണുകളെല്ലാം ട്രേഡ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ്. സോ ഇവിടെ നിന്ന് കാശ് ഫോറിൻ കമ്പനീസിലേക്ക് റെമിറ്റ് ചെയ്യുന്നതിലല്ല പ്രശ്നം, റോയാലിറ്റിയുടെ പേരിലാണ് റെമിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ റെമിറ്റ് ചെയ്ത കമ്പനികളിൽ നിന്നും ഇവിടേക്ക് യാതൊരു സഹായങ്ങളോ അല്ലെങ്കിൽ യാതൊരു സർവീസുകളോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബന്ധവുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഇത്രയധികം എമൗണ്ട് റോയാലിറ്റിയുടെ പേരിൽ എന്തിനു കൊടുക്കണം എന്നായിരുന്നു ചോദ്യം. അതുമാത്രമല്ല ഈ രൂപ അടയ്ക്കണമെങ്കിൽ ബാങ്കുകളിൽ കൂടെയല്ലേ പോവുള്ളൂ. സോ ബാങ്കുകളിൽ ഇവരാണെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഷവോമിനോട് വെച്ചപ്പോൾ ഷവോമി പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ന്യായമായിട്ടുള്ള കാര്യമാണ് ചെയ്തേക്കുന്നത്, ഇന്ത്യയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന്. സോ ഷവോമി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ഇൻ ലൈസൻസ് ആയിട്ടുള്ള ടെക്നോളജീസിനും IP റേറ്റിംഗുകൾക്കും വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് റോയാലിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതായത് 2014 തൊട്ടാണ് ഇന്ത്യയിൽ ആക്ച്വലി ഷവോമി ഓപ്പറേഷൻ തുടങ്ങിയത്. 2015 തൊട്ട് തന്നെ ഈ എമൗണ്ടുകൾ റെമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു കാര്യവും കൂടെ കണ്ടുപിടിക്കാൻ പറ്റി. സോ ഷവോമി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഓക്കെ, ഞങ്ങൾ ഗവൺമെന്റ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം, എന്തൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടോ അതൊക്കെ മാറ്റി കൊടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5500 കോടിയൊക്കെ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ സീസ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരു കാര്യമല്ല. ഇത്രയും വലിയൊരു എമൗണ്ട് സീസ് ചെയ്യുന്നത് ആക്ച്വലി ആ ഒരു കമ്പനിയുടെ ഓപ്പറേഷനെ തന്നെ ബാധിക്കും. ഇനി ഫ്യൂച്ചറിൽ ഷവോമി ഡിവൈസുകളുടെ വില കൂടാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷവോമി ഡിവൈസുകളെല്ലാം ഇപ്പോൾ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ഈ ഒരു റെമിറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ കൺട്രിയിൽ നിന്ന് സമ്പാദിക്കുന്ന രൂപ നമ്മുടെ ഹോം ലാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു റെമിറ്റൻസ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പറയുന്നത്. പക്ഷേ ഡിവൈസുകളെല്ലാം ഇപ്പോൾ ഇന്ത്യയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ടൊക്കെ ഫോറിൻ എൻറ്റിറ്റീസിന് അതൊരു ബന്ധമില്ലാത്തവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നതിലായിരുന്നു ആദ്യത്തെ സംശയം വന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല കേട്ടോ, ഈ ഷവോമിക്ക് 5500 കോടി രൂപയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലൊരു 5000 പോയിട്ടൊരു 100 കോടി രൂപ എങ്ങനെ ചിലവാക്കി അവർ ആ സോഫ്റ്റ്വെയർ ഒന്ന് മര്യാദയ്ക്ക് ഫിക്സ് ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് പ്രോപ്പറായിട്ടുള്ളൊരു അപ്ഡേറ്റ് കൊടുക്കാനെങ്കിലും കുറച്ച് എമൗണ്ട് യൂസ് ചെയ്തൂടെ? എവിടെ നിങ്ങളൊക്കെ യൂട്യൂബ് കാണുന്ന സമയത്ത് വീഡിയോയുടെ തുടക്കത്തിൽ ഒരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു, അത് സ്കിപ്പ് അടിച്ച് കളയുന്നു. ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്ന നിസ്സാരമായിട്ടുള്ളൊരു റവന്യൂ ആണ് നമ്മൾ യൂട്യൂബേഴ്സിന് കിട്ടുന്നത്. പക്ഷേ നിരന്തരം എല്ലാ ദിവസവും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ അഡ്വർടൈസ്മെൻറ്റ് കാണിച്ച് എല്ലാ ദിവസവും 24 മണിക്കൂറും നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനിയൊക്കെയാണ് ഒരു ഷവോമി പോലത്തെ കമ്പനികൾ. സോ നിങ്ങൾ സ്മാർട്ട് ഫോൺ മേടിക്കുന്ന സമയത്ത് എനിക്ക് നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് വാല്യൂ ഫോർ മണി കിടിലൻ സ്പെസിഫിക്കേഷനുള്ള ഫോണുകൾ കിട്ടിയെന്ന് വിചാരിക്കുമെങ്കിലും നിങ്ങൾ 25,000 രൂപ കൊടുത്തൊരു ഷവോമി ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് കാണിച്ച് രൂപ ഇങ്ങനെ ഊറ്റിക്കൊണ്ടേ ഇരിക്കുവാണ്. സോ ഇൻ ദ എൻഡ് നിങ്ങൾ അവരുടെ കയ്യിൽ ഏകദേശം ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയോളം കൊടുത്ത് പോവും അറിയാണ്ട് തന്നെ. സോ ഷവോമി ഫോൺ ഉപയോഗിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുക, കാരണം കമ്പനി ഏത് ഡയറക്ഷനിലാണോ പോകാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫോണിൽ ഇനിയുള്ള അപ്ഡേറ്റുകളും ഇനിയുള്ള പെർഫോമൻസുകളും പിന്നെ ഇനി നിങ്ങൾ ഷവോമി ഫോൺസ് മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയും. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ട് ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.